Hi children, good morning. Welcome back to Social Studies class. Which lesson we are studying? We are studying lesson 4, our government. നമ്മളിപ്പോൾ ഫോർത്ത് ലെസൺ ആണ് പഠിക്കുന്നത്. ലെസൺ 4, our government. OUR GOVERNMENT ഗവൺമെന്റ്. ഗവൺമെന്റ് എന്താണ്, ഇനി നമുക്ക് വേണ്ടി എന്താ ചെയ്യുന്നത്, ഗവൺമെന്റിന്റെ പ്രാധാന്യം അല്ലെ, ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ എന്തെല്ലാം ഉൾക്കൊള്ളുന്നു, ഇതെല്ലാം നമ്മൾ പഠിച്ചു. ആൻഡ് വി ഹാവ് എ ഡെമോക്രാറ്റിക് ഗവൺമെന്റ്. ജനാധിപത്യമാണ് അല്ലേ. വി ആർ സെലക്ടിങ് അവർ ലീഡേഴ്സ് ടു ഗവേൺ ഓർ ടു റൂൾ അസ്. പണ്ട് രാജ്യഭരണമായിരുന്നു, അത് കഴിഞ്ഞ് ബ്രിട്ടീഷുകാർ വന്നു അല്ലേ. വി ലോസ്റ്റ് അവർ ഫ്രീഡം, ദെൻ വി ഹാഡ് ഫൈറ്റ് എ ലോട്ട് ഫോർ അവർ ഫ്രീഡം, ആൻഡ് ആഫ്റ്റർ ദാറ്റ് വി ഗോട്ട് ഇൻഡിപെൻഡൻസ് ഓർ ഫ്രീഡം അല്ലേ. ബ്രിട്ടീഷുകാരിൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി 1947 August 15th. So every year we celebrate August 15th as our Independence Day, isn't it? And after that our constitution, after independence we had adopted a new constitution അല്ലേ. പുതിയ ഭരണഘടന നിലവിൽ വന്നു. And it was in 1950 January 26. And our government works in 2 levels അല്ലേ, സെൻട്രൽ ലെവൽ ആൻഡ് സ്റ്റേറ്റ് ലെവൽ. അതിൻ്റെ പ്രധാനപ്പെട്ട 3 വിങ്സ് ഏതൊക്കെയാണ്? ദ ബ്രാഞ്ചസ് അല്ലേ, നമ്മൾ പഠിച്ചു. ലെജിസ്ലേച്ചർ അല്ലേ, നിയമസഭ. ദെൻ എക്സിക്യൂട്ടീവ്, ദാറ്റ് ഈസ് ദെൻ ജുഡീഷ്യറി അല്ലേ, നീതിന്യായ വ്യവസ്ഥ. നിയമസഭ, നിയമനിർമ്മാണ സഭ, ഇതൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ. ഇപ്പോൾ ലെജിസ്ലേച്ചർ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് മേക്സ് ലോ ഫോർ ദ കൺട്രി. ആൻഡ് എക്സിക്യൂട്ടീവ്, ദാറ്റ് ഈസ് ദ ബ്രാഞ്ച് ഓഫ് ഗവൺമെന്റ് വിച്ച് ക്യാരീസ് ഔട്ട് ദ ലോസ് പാസ്ഡ് ബൈ ദ ലെജിസ്ലേച്ചർ അല്ലേ. നിയമസഭയിൽ കൊണ്ടുവരുന്ന നിയമങ്ങൾ പ്രാബല്യത്തിൽ വരുത്തുന്നത് അല്ലെങ്കിൽ ആ കാര്യങ്ങളെല്ലാം നടപ്പിലാക്കുന്നത് എക്സിക്യൂട്ടീവാണ്. ദാറ്റ് ഈസ് ദ ബ്രാഞ്ച് ഓഫ് another branch of government. Then next is the judiciary, 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 നീതിന്യായ വ്യവസ്ഥ അല്ലേ. അപ്പോൾ we know we have to follow laws അല്ലേ, നിയമങ്ങളുണ്ട്. ആൻഡ് ഇഫ് വി വയലേറ്റ്, നമ്മൾ അത് തെറ്റിച്ചു കഴിഞ്ഞാൽ അതെന്താകും? ഇറ്റ് വിൽ ബി എ ക്രൈം, കുറ്റമാണ് അല്ലേ. അപ്പം അങ്ങനെയുള്ളവരെ ശിക്ഷിക്കുന്നതും അതുപോലെ തന്നെ നമ്മൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ അല്ലേ. ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ റോബറിയോ അക്രമങ്ങൾ, കൊലപാതകങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതെല്ലാം നിയന്ത്രിച്ച് ഹൂ കൺട്രോൾ ദിസ് ഈസ് ദ പോലീസ് ഫോഴ്സ് ഒക്കെ ഉണ്ട്, നമുക്കറിയാം അല്ലേ. ആൻഡ് ദീസ് ഓൾ കം അണ്ടർ ജുഡീഷ്യറി. അതുപോലെ തന്നെ കോർട്ടുകളുണ്ട്, കോടതികൾ, ജഡ്ജസ് ആർ ദെയർ അല്ലേ, സുപ്രീം കോർട്ട്, ഹൈക്കോർട്ട്, അങ്ങനെ കോടതികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ജുഡീഷ്യറിയുടെ കീഴിലാണ് വരുന്നത്. ആൻഡ് അത് ഓൾസോ വി വെയർ സ്റ്റഡിങ് അബൌട്ട് സെൻട്രൽ ലെജിസ്ലേച്ചർ, നിയമസഭയെ കുറിച്ചാണ് നമ്മൾ പഠിച്ചിരുന്നത്. ആൻഡ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ദ പാർലമെന്റ്, പ്രസിഡന്റ്, ലോക്സഭ, രാജ്യസഭ അല്ലേ. അപ്പോൾ നിയമനിർമ്മാണ സഭ അതൊക്കെ നമ്മൾ പഠിച്ചു. പാർലമെന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ പാർലമെന്റ് കൺസിസ്റ്റ് ഓഫ് പ്രസിഡന്റ് ആൻഡ് ലോക്സഭ, രാജ്യസഭ. ഇനി ഇതൊക്കെ എന്താണെന്ന് നമ്മൾ വിശദമായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇൻ ദ പ്രീവിയസ് ക്ലാസ് വി ഹാവ് സ്റ്റഡീഡ് അബൌട്ട് പാർലമെന്റ്, ലോക്സഭ, രാജ്യസഭ, ഇതെല്ലാം പഠിച്ചു അല്ലേ. നൗ വി ക്യാൻ സീ ദ സെൻട്രൽ എക്സിക്യൂട്ടീവ് അല്ലേ. നമ്മളിപ്പോൾ ലെജിസ്ലേച്ചർ വിശദമായിട്ട് നമ്മൾ പഠിച്ചു. ദെൻ ഇപ്പം നമ്മൾ പഠിക്കുവാണ്. ടുഡേ വി ആർ ഗോയിങ് ടു സീ വാട്ട് ഈസ് സെൻട്രൽ എക്സിക്യൂട്ടീവ്. സെൻട്രൽ എക്സിക്യൂട്ടീവ്, CENTRA, സെൻട്രൽ, EXECUTIVE, Central Executive. We have already studied the executive branch of the government carries out laws made by the legislature അല്ലേ. അപ്പോൾ നിയമങ്ങൾ നടപ്പിൽ വരുത്താനുള്ളതാണ്. ആ നിയമങ്ങളാണ് അതനുസരിച്ചാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ. എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ഓരോ നിയമങ്ങൾ അനുസരിക്കുന്ന, ഓരോ രാജ്യത്തും ഇപ്പം റൂളേഴ്സ് ഈ നിയമങ്ങൾ അനുസരിച്ചാണ് നമ്മളെ അവർ ഭരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ എവിടെ ചെന്നാലും അതിൻ്റെതായ രീതികളുണ്ട്. അപ്പോൾ അതൊക്കെ ഭരണഘടനയിൽ എഴുതി വെച്ചിരിക്കുന്നതിന് പ്രകാരമാണ് നമ്മുടെ ലീഡേഴ്സ് അവർ രാജ്യം ഭരിക്കുന്നത് അല്ലേ. പ്രൈം മിനിസ്റ്റർ ആണെങ്കിലും ചീഫ് മിനിസ്റ്റേഴ്സ് ആണെങ്കിലും മിനിസ്റ്റേഴ്സ് ആണെങ്കിലും ദേ ഹാവ് ടു ഫോളോ ദ റൂൾസ് റിട്ടൺ ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലേ. ഭരണഘടന, അതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ.
CONSTITUTION, Constitution. So this constitution, the laws passed by the legislature, നിയമസഭയിൽ കൊണ്ടുവരുന്ന അല്ലെങ്കിൽ അവർ പാസ്സാക്കുന്നത്, ഈ പാർലമെന്റ് ആണ് രാജ്യത്ത് നിയമങ്ങൾ നടപ്പിൽ വരുത്തുന്നത്, പാസ്സാക്കുന്നത്. ആ നിയമങ്ങൾ, രാജ്യത്തുള്ള നിയമങ്ങൾ അല്ലെങ്കിൽ നിയമസഭയിൽ എടുക്കുന്ന നിയമങ്ങൾ പ്രാബല്യത്തിൽ വരുത്തുന്നത് എക്സിക്യൂട്ടീവ് ആണ്, അല്ലേ? അപ്പോൾ ഈ സെൻട്രൽ എക്സിക്യൂട്ടീവ് എന്താണെന്നാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. സോ സെൻട്രൽ എക്സിക്യൂട്ടീവ് കൺസിസ്റ്റ് ഓഫ് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് ആൻഡ് പ്രൈം മിനിസ്റ്റർ ആൻഡ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. അപ്പോൾ ഈ സെൻട്രൽ എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും സെൻട്രൽ എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ ഈ നിയമങ്ങളെല്ലാം പ്രാബല്യത്തിൽ വരുത്തുന്നത് അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ചുള്ള എല്ലാ പ്രവർത്തനങ്ങളും, രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയുള്ളത്, ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട്, നമ്മൾക്ക് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങളിൽ വിദ്യാഭ്യാസപരമായിട്ട്, ആരോഗ്യപരമായിട്ട്, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഇതെല്ലാം നടപ്പിൽ വരുത്തുന്നത്, ചെയ്യുന്നത്, ഇതൊക്കെ പ്ലാൻ ഇടുന്നതും ചെയ്യുന്നതുമെല്ലാം ഇവരിലൂടെയാണ്. ആരിലെ? പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ ആൻഡ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, ഒരു കൂട്ടം മിനിസ്റ്റേഴ്സ്, പല വിഭാഗങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ, അല്ലേ? ആൻഡ് വിച്ച് മിനിസ്റ്റർ ഈസ് റെസ്പോൺസിബിൾ ഫോർ അവർ മാറ്റേഴ്സ്, അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആരാ നോക്കുന്നത്? അതെ, എഡ്യൂക്കേഷണൽ മിനിസ്ട്രി, അല്ലേ? അപ്പോൾ എഡ്യൂക്കേഷണൽ മിനിസ്ട്രിയാണ് വിദ്യാഭ്യാസപരമായ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കുറേയേറെ വിഭാഗങ്ങളുടെ അല്ലെങ്കിൽ മിനിസ്റ്റേഴ്സ്, എ ഗ്രൂപ്പ് ഓഫ് മിനിസ്റ്റേഴ്സ്. അപ്പോൾ എന്തെല്ലാം വരും സെൻട്രൽ എക്സിക്യൂട്ടീവില്? പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ ആൻഡ് എ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. So let us see each one. ഇപ്പോൾ സെൻട്രൽ എക്സിക്യൂട്ടീവിൽ വരുന്നത് പ്രസിഡന്റ്, then വൈസ് പ്രസിഡന്റ്, then prime minister, prime minister, prime, minister, prime minister, then council, CIL, council of ministers. ഇത്രയും പേരാണ് സെൻട്രൽ എക്സിക്യൂട്ടീവ് എന്ന് ഉദ്ദേശിക്കുന്നത്, അല്ലേ? സെൻട്രൽ എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ അതിൽ പ്രസിഡന്റ്, PRISIDENT, പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, then prime minister, council of ministers. These all include central executive, അല്ലേ? അപ്പോൾ രാജ്യത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം നടപ്പിൽ വരുത്തുന്നത്, ഇതെല്ലാം അതിനാവശ്യമായ രീതിയിൽ എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കുന്നതും ഇവരെല്ലാമാണ്. ഓക്കെ, നമ്മുടെ രാജ്യത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നതും ഇതിലൂടെ എല്ലാം ചെയ്ത് ക്രമമായിട്ട് ഓരോ മിനിസ്റ്റേഴ്സിലൂടെയും ഓരോ വിഭാഗങ്ങളിലൂടെയൊക്കെ എല്ലാം നല്ല രീതിയിൽ ചെയ്തു പോകുന്നത് ഇവരുടെയൊക്കെ സെൻട്രൽ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന ഈ ഒരു ബ്രാഞ്ചാണ്. ഇതിനെല്ലാം ഒന്ന് ചേർന്ന് പ്രവർത്തിക്കുന്നു. ഓക്കെ, ഇനി ലെറ്റ് us see about president. And do you know who is our present president? ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരാ? രാഷ്ട്രപതി, അല്ലേ? ആരാ? ശ്രീ രാംനാഥ് കോവിന്ദ്. Who is our present president? ശ്രീ രാംനാഥ് കോവിന്ദ്. അപ്പോൾ ഈ പ്രസിഡന്റ് ഈസ് ദ ഹെഡ് ഓഫ് ദ എക്സിക്യൂട്ടീവ് ഹെഡ് ഓഫ് എ സ്റ്റേറ്റ്, അല്ലേ? ആൻഡ് ഓൾസോ ദ സുപ്രീം കമാൻഡർ ഓഫ് ദി ആംഡ് ഫോഴ്സസ് ഓഫ് ഇന്ത്യ. അപ്പോൾ പ്രസിഡന്റ് ആണ് പ്രധാനപ്പെട്ട വ്യക്തി, അല്ലേ? രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട വ്യക്തി. ഈസ് ദ ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ. അതുപോലെ തന്നെ പ്രഥമ പൗരൻ എന്നാണ് നമ്മൾ മലയാളത്തിൽ പറയുക, അല്ലേ? പ്രധാനപ്പെട്ട വ്യക്തിയാണ് പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ. ഹി ഈസ് ദ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ്, head of the executive head of the state and also the supreme commander, അല്ലേ? പ്രധാനപ്പെട്ട സുപ്രീം കമാൻഡർ ഓഫ് ദ ആംഡ് ഫോഴ്സസ്. ആംഡ് ഫോഴ്സസ് എന്ന് പറഞ്ഞാൽ സായുധ സേന, അല്ലേ? നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് ആവശ്യമായ കാര്യങ്ങൾ, അല്ലേ? സായുധ സേന, അല്ലേ? വ്യോമസേന, കരസേന, നാവികസേന, വ്യോമസേന, ഇങ്ങനെ 3 വിഭാഗങ്ങളാണ് ആംഡ് ഫോഴ്സസിൽ വരുന്നത്. അപ്പോൾ ആംഡ് ഫോഴ്സസ് അപ്പോൾ സായുധ സേനയുടെ തലവനാരാ? പ്രസിഡന്റ്, അല്ലേ? പ്രസിഡന്റ് ഈസ് ദ സുപ്രീം കമാൻഡർ ഓഫ് ദി ആംഡ് ഫോഴ്സസ് ഓഫ് റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ, അല്ലേ? ഇന്ത്യയിലെ സായുധ സേനയുടെ തലവനാണ് പ്രസിഡന്റ് എന്ന് പറയുന്നത്, അല്ലെ? രാഷ്ട്രപതിയാണ്. അപ്പോൾ നമ്മുടെ ആംഡ് ഫോഴ്സസ് എന്ന് പറഞ്ഞാൽ അതിൽ 3
അല്ലെങ്കിൽ ആംഡ് ഫോഴ്സ് ആണ് നമ്മുടെ മിലിറ്ററി ഫോഴ്സ് ഓഫ് റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ. ആൻഡ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 3 പ്രൊഫഷണൽ യൂണിഫോംഡ് സർവീസ് അതിൽ വരുന്നതാണ്. അപ്പോൾ ആംഡ് ഫോഴ്സസിനാണ് എന്ന് പറഞ്ഞാൽ 3 പ്രധാനപ്പെട്ട വിഭാഗങ്ങളാണ്. അതിൻ്റെ 3 പ്രധാനപ്പെട്ട ഇതിൽ വരുന്നതാണ് ഇന്ത്യൻ ആർമി, അല്ലേ? സായുധ സേനയിൽ വരുന്നതാണ് ഇന്ത്യൻ ആർമി. നിങ്ങൾ കണ്ടിട്ടില്ലേ ആർമിയിലൊക്കെ ഇല്ലേ നിങ്ങളുടെ പേരൻസ് ഒക്കെ ഉണ്ട് അല്ലേ? നിങ്ങളുടെ റിലേറ്റീവ്സോ പേരൻസോ ഒക്കെ എത്ര പേരുടെ പേരൻസ് ഉണ്ട് ആർമിയിൽ? പട്ടാളക്കാർ അല്ലേ? ആംഡ് ഫോഴ്സ് ആർമിയിലുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യൻ നേവി. നേവി എന്താ? നാവികസേന അല്ലേ? നിങ്ങൾക്കറിയാം. അതുപോലെ തന്നെ ഇന്ത്യൻ എയർഫോഴ്സ് വ്യോമസേന അല്ലേ? അപ്പോൾ ഇതെല്ലാം ചേരുന്നതാണ് നമ്മുടെ ആംഡ് ഫോഴ്സസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആംഡ് ഫോഴ്സ് ഇറ്റ് ഈസ് എ മിലിറ്ററി ഫോഴ്സ് ഓഫ് Republic of India and it consists of 3 uniformed services. Which are they? Indian Army, Indian Navy and Indian Air Force. ഇതിൻ്റെ എല്ലാം തലവൻ ആരാ? പ്രസിഡന്റ് ഓർ രാഷ്ട്രപതി അല്ലേ? ഇനി പ്രസിഡന്റ് ഈസ് ദ സുപ്രീം കമാൻഡർ ഓഫ് ആംഡ് ഫോഴ്സസ് ആൻഡ് ഇറ്റ് ഈസ് അണ്ടർ ദ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് അല്ലേ? മിനിസ്ട്രി ഓഫ് ഡിഫൻസ്. ആൻഡ് അവർ ആംഡ് ഫോഴ്സ് ഈസ് ദ വേൾഡ്സ് സെക്കൻഡ് ലാർജസ്റ്റ് മിലിറ്ററി ഫോഴ്സ് ഇൻ ദ വേൾഡ് അല്ലേ? രണ്ടാമത്തെ വലിയ ഒരു സ്ഥാനമാണ് നമുക്കുള്ളത്. വി ഹാവ് എ വെരി ഗുഡ് മിലിറ്ററി ഫോഴ്സ് ഇൻ അവർ കൺട്രി ആൻഡ് ഇറ്റ് ഈസ് ദ 4th മോസ്റ്റ് പവർഫുൾ മിലിറ്ററി ഫോഴ്സ്. ഓക്കെ, അപ്പോൾ നമ്മുടെ സായുധ സേന എന്ന് പറയുന്നത് നല്ല പ്രബലമായതാണ്. ഇറ്റ് ഗാർഡ്സ് അവർ കൺട്രി. ഇതെന്തിനാണ് സായുധ സേന? വാട്ട് ഈസ് ദ ഡ്യൂട്ടി? എന്തിനാ? ടു പ്രൊട്ടക്റ്റ് അവർ കൺട്രി അല്ലേ? നിങ്ങൾക്കറിയാം അതിർത്തി കാക്കുന്ന പട്ടാളക്കാരുണ്ട് അല്ലേ? അതുപോലെ തന്നെ ഈ 3 ആംഡ് ഫോഴ്സസ് യൂണിഫോം ഈ മിലിറ്ററി എന്ന് പറയുമ്പോൾ അതിൽ 3 വിഭാഗങ്ങൾ വരുന്നുണ്ട്. 3 യൂണിഫോംഡ് സർവീസ് അല്ലേ? 3 സർവീസസ് അതിൽ വരുന്നതാണ് ഇന്ത്യൻ ആർമി, നേവി, എയർഫോഴ്സ്. ഇതെല്ലാം എന്തിനാ? ടു സീ ഇറ്റ് വർക്ക്സ് ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് അവർ കൺട്രി അല്ലേ? നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഇതെല്ലാം നിലകൊള്ളുന്നത്. ഇനി അതിൻ്റെ തലവനാണ് പ്രസിഡന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് പ്രസിഡന്റ് ഈസ് ഇലക്റ്റഡ് ഫോർ എ പീരീഡ് ഓഫ് 5 years. 5 വർഷത്തേക്കാണ് പ്രസിഡന്റിനെ സെലക്ട് ചെയ്യുന്നത്. ദ പ്രസിഡന്റ് ഈസ് ഇലക്റ്റഡ് ഫോർ എ പീരീഡ് ഓഫ് 5 years ബൈ ഓൾ ഇലക്റ്റഡ് മെമ്പേഴ്സ് ഓഫ് ദ പാർലമെന്റ്. എന്ന് പറഞ്ഞാൽ ലോക്സഭയിലെയും രാജ്യസഭയിലെയും ഇലക്റ്റഡ് മെമ്പേഴ്സ് ആണ് പ്രസിഡന്റിനെ ഇലക്ട് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ദ ഇലക്റ്റഡ് മെമ്പേഴ്സ് ഓഫ് ദ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ. ലെജിസ്ലേച്ചർ എന്താ? നിയമസഭ അല്ലേ? നിയമസഭയിലെ മെമ്പേഴ്സ്, അതുപോലെ തന്നെ ലോക്സഭയിലെയും രാജ്യസഭയിലെ അംഗങ്ങൾ, ഇതെല്ലാം ചേർന്നിട്ടാണ് പ്രസിഡന്റിനെ ഇലക്ട് ചെയ്യുന്നത്. ആൻഡ് വിച്ച് ഈസ് ദ ആൻഡ് ഹൗ മെനി ഇയേഴ്സ് ഫോർ എ പ്രസിഡന്റ് ഈസ് ഇലക്റ്റഡ്? അപ്പോൾ ഒരു പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ ഇലക്ഷൻ കഴിയുമ്പോൾ എത്ര വർഷമാണ് കാലാവധി അദ്ദേഹത്തിൻ്റെ? 5 വർഷം കേട്ടോ. ആൻഡ് സി the vice president is also elected by the members of Rajya Sabha and Lok Sabha again for 5 years. അപ്പം വൈസ് പ്രസിഡന്റിന്റെ കാലാവധി 5 വർഷമാണ് അല്ലേ? ആൻഡ് ഡു യു നോ ഹു ഈസ് ദ പ്രസന്റ് വൈസ് പ്രസിഡന്റ്? കഴിഞ്ഞ ക്ലാസ്സിൽ മിസ് പറഞ്ഞിരുന്നു, ശ്രീ വെങ്കയ്യ നായിഡു അല്ലേ? ശ്രീ വെങ്കയ്യ നായിഡു ഈസ് ദ പ്രസന്റ് വൈസ് പ്രസിഡന്റ് ഓഫ് അവർ കൺട്രി. ആൻഡ് സി ദിസ് പ്രസിഡന്റ് ആൻഡ് വൈസ് പ്രസിഡന്റ് ക്യാൻ ബി re-elected. So what do we studied children today? We were studying about central executive അല്ലേ? സെൻട്രൽ എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ നിയമസഭ കൊണ്ടുവരുന്ന നിയമങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള നിയമങ്ങൾ പാർലമെൻറ്റിലാണ് തയ്യാറാക്കപ്പെടുന്നത്, അല്ലെങ്കിൽ പാർലമെൻറ്റാണ് നിയമസഭ എന്ന് പറയുന്നത്. അപ്പോൾ ഈ നമ്മുടെ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഭരണഘടനയിലേക്ക് അധിഷ്ഠിതമായ രീതിയിൽ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന നിയമങ്ങൾ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് സുഗമമായ, അതുപോലെ തന്നെ ജനങ്ങളുടെ സുരക്ഷയ്ക്കും അതുപോലെ തന്നെ ജനങ്ങളുടെ ക്ഷേമത്തിനും ഒക്കെ ആയുള്ള രീതിയിലുള്ള നിയമങ്ങൾ. ആൻഡ് സോ ദ ലോസ് ആർ മെയ്ഡ് ബൈ ദ ലോ മേക്കിംഗ് ബോഡിയാണ്, അല്ലെങ്കിൽ ലെജിസ്ലേറ്റർ മേക്സ് എ ലോ. ഈ നിയമസഭയിൽ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരുത്തുമ്പോൾ ഇതെല്ലാം ചെയ്യുന്നത് അല്ലെങ്കിൽ കൊണ്ടുവരുന്നത് അതിൻ്റെതായ രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ആ പ്രവർത്തനങ്ങൾ അതെല്ലാം നിയമങ്ങളെല്ലാം പ്രാബല്യത്തിലാക്കി ഇതെല്ലാം ചെയ്തു പോകുന്നത് സെൻട്രൽ എക്സിക്യൂട്ടീവ് ആണ് അല്ലേ? അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ബ്രാഞ്ച് ഓഫ് ദ ഗവൺമെന്റ്. അതിൽ സെൻട്രൽ എക്സിക്യൂട്ടീവ് ആണ്. അതിൽ എന്തൊക്കെ ഉൾപ്പെടും? പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ ആൻഡ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. And what is and who is our president? Our present president is Sri Ramnath Kovind.
ആൻഡ് ഹൗ ഈസ് പ്രസിഡന്റ് ഈസ് ഇലക്റ്റഡ് ബൈ ഹൂം? ആരാണ് ഇലക്ട് ചെയ്യുന്നത്? The president is elected for a 5-year period of 5 years. 5 വർഷത്തേക്കാണ് അദ്ദേഹത്തിനെ തിരഞ്ഞെടുക്കുന്നത്. ആൻഡ് ബൈ ഓൾ ഇലക്റ്റഡ് മെമ്പേഴ്സ് ഓഫ് ദ പാർലമെന്റ് എന്ന് പറഞ്ഞാൽ ലോക്സഭയിലെയും നിയമസഭയിലെയും മെമ്പേഴ്സും അതേപോലെ തന്നെ ഇലക്റ്റഡ് മെമ്പേഴ്സ് ഓഫ് ദ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ, നിയമസഭയിലെ ഇലക്റ്റഡ് മെമ്പേഴ്സ്, അതുപോലെ തന്നെ ഇലക്റ്റഡ് മെമ്പേഴ്സ് ഓഫ് ദ പാർലമെന്റ്, ഇതെല്ലാം ചേർന്നതാണ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത്. ഇനി ആൻഡ് ഹി ഈസ് ഇലക്റ്റഡ് ഫോർ എ പീരീഡ് ഓഫ് 5 years. And president is the head of the state executive head of the state. അല്ലേ? അപ്പൊ പ്രധാനപ്പെട്ട വ്യക്തി എന്ന് പറയുന്ന പ്രഥമ പൗരനാണ് രാഷ്ട്രപതി. അല്ലേ? അദ്ദേഹമാണ് നമ്മുടെ സായുധ സേനയുടെയും തലവൻ. അല്ലേ? He is the supreme commander. SUPREME, supreme. Say the spelling, children. SUPREME, supreme. COMMANDER, commander. COMMANDER, commander. അല്ലേ? അപ്പോൾ president is the supreme commander of the armed forces of Republic of India. അല്ലേ? അപ്പോൾ നമ്മുടെ സായുധ സേനയുടെ തലവൻ എന്ന് പറയുന്നത് രാഷ്ട്രപതിയാണ്. അപ്പോൾ സായുധ സേന എന്ന് പറഞ്ഞാൽ മിലിറ്ററി ഫോഴ്സിൽ എന്തെല്ലാം വരും? രാജ്യത്തിന്റെ സുരക്ഷയ്ക്കായിട്ടുള്ള സായുധ സേന. അല്ലേ? അതിൽ എന്തെല്ലാം വരും? എന്തൊക്കെയുണ്ട്? ഇന്ത്യൻ ആർമി, ഇന്ത്യൻ നേവി ആൻഡ് ഇന്ത്യൻ എയർഫോഴ്സ്. ഇത് മൂന്നും ചേരുന്നതാണ് നമ്മുടെ സായുധ സേന എന്ന് പറയുന്നത്. അല്ലേ? ആൻഡ് അതിന്റെ പ്രത്യേകത എന്താ? ഇറ്റ് ഈസ് ദ മോസ്റ്റ് പവർഫുൾ മിലിറ്ററി ഫോഴ്സ് ഇൻ ദ വേൾഡ്. അല്ലേ? ലോകത്തിലെ തന്നെ 4ാമത്തെ ശക്തിയായ നല്ല ഒരു സായുധ ബലമുള്ള രാജ്യമാണ് നമ്മുടെ കൺട്രി. അല്ലേ? ദെൻ ഇറ്റ് ഈസ് ദ വേൾഡ് 2nd largest മിലിറ്ററി ഫോഴ്സ് ഓൾസോ. കേട്ടോ? അപ്പൊ ഇതിന്റെ എല്ലാം തലവൻ എന്ന് പറയുന്നതിനെല്ലാം നിയന്ത്രിക്കുന്നതിന്റെ തലവൻ എന്ന് പറയുന്നത് രാഷ്ട്രപതിയാണ്. And also vice president is also elected by a period of 5 years and he is elected by the members of Rajya Sabha and Lok Sabha. Okay. Children, now it is time to wind up. You should read the lesson. Page number 240. Page number 240. Okay. Children, be safe. Read the lesson. Okay. Very well. Okay. Thank you.